കണ്ണൂരിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന് നേരെ ഉണ്ടായത് ആസൂത്രിത ആക്രമണമെന്ന് ആവർത്തിച്ച CPM വനിതാ മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ച ചരിത്രം കേരളത്തിൽ നിന്നും ജനകീയ പ്രതിരോധം ഒരുക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നടത്തിയെന്നുള്ളതാണ്. അങ്ങനെ ബോധപൂർവം കടന്നാക്രമണം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കപ്പെട്ടപ്പോൾ നുണ പറഞ്ഞ് രക്ഷപ്പെടാമെന്നാണ് ഇപ്പോൾ UDFകാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നേ വരെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്ത് കടന്നാക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുക എന്നുള്ളത് അപൂർവ സംഭവമാണ്. അങ്ങനെ സംഭവമേയില്ല ഇവിടെ. അങ്ങനെ ഒരു സംഭവം ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും ഫലപ്രദമായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം തീർത്തുകൊണ്ട് മാത്രമേ ഇതിനെ അഭിമുഖീകരിക്കാൻ കഴിയുള്ളൂ. KSU കയ്യേറ്റത്തിന്റെ പുതിയ വീഡിയോ CPM പുറത്തുവിട്ടു. കറുത്ത തുണിയുമായി ഒരാൾ വരുന്നത് ദൃശ്യങ്ങൾ വ്യക്തമാണെന്ന് വീഡിയോ പുറത്തുവിട്ട CPM സംസ്ഥാന സെക്രട്ടറി രംഗം MV ജയരാജൻ. പ്രവർത്തകരെ ന്യായീകരിച്ച് ഇന്നും കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. പ്രവർത്തകർ മന്ത്രിയുടെ അടുത്ത് എത്തിയിട്ടില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞു. കരിങ്കൊടി കാണിക്കാൻ ചെന്ന KSUവിൻ്റെ പ്രവർത്തകർ മന്ത്രിയുടെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല. മാത്രമല്ല മന്ത്രിയാണ് അവരെ തല്ലാൻ പോയത്. എല്ലാവരും കണ്ടു. ഭീരുക്കളെന്ന് വിളിച്ച് അങ്ങോട്ട് ഓടിപ്പോകുന്നതും പോലീസ് വളരെ പണിപ്പെട്ട് മന്ത്രിയെ ശാന്തമാക്കുന്ന രംഗങ്ങളൊക്കെ CCTVയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് മന്ത്രിയെ ആക്രമിച്ചു എന്ന് പറയുന്നത്? മന്ത്രിയെ സംബന്ധിച്ച് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ഇത് തിരക്കഥയായിരുന്നു. അത് പിണറായി ഷംസീർ തിരക്കഥയാണ്. കയ്യേറ്റത്തിന് പിന്നാലെ കണ്ണൂരിൽ ഉൾപ്പെടെ അക്രമ സംഭവങ്ങൾ അരങ്ങേറി. അതേസമയം കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വീണ ജോർജ് വിദഗ്ധ ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലാണിപ്പോൾ. മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നു. അരുൺ പാറയ്ക്കൽ മെഡിക്കൽ ബോർഡ് യോഗത്തെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുകയാണ്. അതുപോലെ അജീഷ് ജയകുമാർ തിരുവനന്തപുരം നിന്നും ചേരും. ആദ്യം അരുൺ പാറയ്ക്കലിലേക്ക്. അരുൺ, വിവരങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. മന്ത്രി വീണ ജോർജ് ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ തുടരുകയാണ്. മന്ത്രിയുടെ കഴുത്തിന് സാരമായ പരുക്കുണ്ടെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇന്നലെ രാത്രി എടുത്ത സ്കാനിൻ്റെ MRI സ്കാനിൻ്റെ റിസൾട്ട് ഇന്ന് 10 മണിയോടുകൂടി വരുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് അല്പസമയം മുൻപ് വ്യക്തമാക്കിയത്. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. അത് ഈ തിരക്കിനിടയിൽ പറ്റിയതാകാമെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഈ കഴുത്തിനേറ്റ പരുക്ക് അതിൻ്റെ മരവിപ്പ് കയ്യിലേക്ക് കൂടി വ്യാപിച്ചു എന്നുകൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. രക്തസമ്മർദ്ദം ഉയർന്നിട്ടുണ്ട്, ക്രമാതീതമായ തോതിൽ ഉയർന്നിട്ടുണ്ട്. അത് കുറയ്ക്കാനുള്ളൊരു ചികിത്സയാണിപ്പോൾ ഡോക്ടർമാർ നടത്തുന്നതെന്നും ആശുപത്രി സൂപ്രണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. 10 മണിക്ക് ശേഷം മെഡിക്കൽ ബോർഡ് യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും എന്താണ് ഇനി വേണ്ട ചികിത്സ എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാകൂ. ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മെഡിക്കൽ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. MRI സ്കാനിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും മെഡിക്കൽ ബോർഡ് യോഗം ചേരുക. യോഗത്തിന് ശേഷമാണ് ഇനി തുടർ ചികിത്സയെക്കുറിച്ച് ആലോചിക്കുകയെന്നും മെഡിക്കൽ സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട്. ICUവിലാണ് മന്ത്രി ഇപ്പോഴും ഉള്ളത്. നേരത്തെ മന്ത്രിയെ നേരിട്ട് കണ്ട് MV ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പുറത്തെത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് മന്ത്രിയുടെ കഴുത്തിന് വലതു ഭാഗത്താണ് പരുക്കേറ്റിട്ടുള്ളത്. മന്ത്രിയെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് KSU പ്രവർത്തകർ അവിടേക്ക് എത്തിയത്. കൃത്യമായ ആസൂത്രണം അതിന് പുറകിൽ നടന്നുവെന്നും MV ജയരാജൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരുക്ക് സാരമുള്ളതാണെന്ന് നേതാക്കളും പറയുന്നുണ്ട്. എന്തായാലും മന്ത്രി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. മന്ത്രിക്ക് കഴുത്തനക്കാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. കയ്യിലേക്ക് കൂടി മരവിപ്പ് വ്യാപിച്ചിട്ടുണ്ട്. ഇനി മെഡിക്കൽ യോഗത്തിന് ശേഷം മാത്രമായിരിക്കും തുടർ ചികിത്സയെക്കുറിച്ചുള്ളൊരു വ്യക്തതയുണ്ടാവൂ. SKN ആണ് നമുക്കൊപ്പം ചേർന്നത്. അജീഷ് ജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അജീഷ്, പറയൂ വിവരങ്ങൾ. SKN എന്തായാലും ഈ മന്ത്രിക്ക് നേരെയുണ്ടായ കയ്യേറ്റത്തിൽ വലിയ പ്രതിഷേധമാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അരങ്ങേറിയത്. അതിൻ്റെ ഒരു ബാക്കിയായി കണ്ണൂരിലെ കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണവും ഇന്നലെ ഉണ്ടായിരുന്നു. പലയിടത്തും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. കണ്ണൂർ കോടിയേരിയിൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് രാത്രിയിൽ തീയിട്ടിരുന്നു. കൂടാതെ മാലൂരിൽ കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തലശ്ശേരി കൊളശ്ശേരിയിലും കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റീത്ത് വച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഈ കേസിൽ അറസ്റ്റിലായ 5 KSU പ്രവർത്തകരെ ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവരെ മാർച്ച് 12 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കണ്ണൂർ റെയിൽവേ പോലീസാണ് ഇവർക്കെതിരെ
കേസ് എടുത്തിട്ടുള്ളത്. നിലവിൽ ഈ CPM ഹാൻഡിലുകളിൽ നിന്ന് ചില വീഡിയോകളൊക്കെ ഈ പുറത്ത് വന്നിട്ടുണ്ട്. CPM-ഉം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഈ മന്ത്രിയെ ആക്രമിക്കുന്നു എന്ന തരത്തിൽ അതിൻ്റെ കൂടുതൽ തെളിവുള്ള ദൃശ്യങ്ങൾ എന്ന തരത്തിൽ ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട്. മന്ത്രിക്ക് കഴുത്തിന് പരിക്കേൽക്കുന്ന തരത്തിൽ ഉള്ള ദൃശ്യങ്ങളെന്നാണ് ഈ പ്രചരിക്കുന്ന വീഡിയോയിൽ അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് മന്ത്രിയുടെ ഗൺമാനാണ് ഈ മന്ത്രിക്ക് മുന്നിലൂടെ നടന്നു പോവുകയായിരുന്നു. ചുറ്റിനും പോലീസും ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി KSU പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി മന്ത്രിക്ക് അടുത്തേക്ക് പാഞ്ഞെടുത്തപ്പോൾ ഈ ഗൺമാൻ ഈ മന്ത്രിക്ക് പോലീസുകാരോടൊപ്പം തന്നെ മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിനിടയിൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ പുറത്തു വന്നതിൽ ഉള്ളത്. എന്തായാലും വലിയ പ്രതിഷേധം തന്നെ കണ്ണൂരിൽ നടക്കുന്നുണ്ട്. പലയിടത്തും CPM ഇന്നും പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിൻ്റെ ഒരു പ്രതികരണം എന്ന് പറയുമ്പോൾ KSU പ്രവർത്തകർ മന്ത്രിക്കടുത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഇന്നും KSU നേതാക്കൾ ഇത് തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അല്പസമയത്തിനകം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കണ്ണൂരിൽ എത്തുന്ന രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ മട്ടന്നൂർ വിമാനത്താവളത്തിലേക്ക് എത്തുന്നുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയോടും ഈ വിഷയം നമ്മൾ ചോദിക്കും. അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ എന്ത് പ്രതികരിക്കാനുണ്ട് എന്നുള്ളതാണ് എല്ലാവരും അറിയാൻ കാത്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.